റിവിഷൻ എടുക്കാം. ഫസ്റ്റ് 2 ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? ഈക്വലൻസ് റിലേഷൻ. എപ്പോഴാണ് ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആവുന്നത്? അത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആവണം, അല്ലേ? റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? ഒരു സെറ്റിലാണ് നമ്മൾ ഈ റിലേഷനൊക്കെ പറയുന്നത്. ആ സെറ്റിലെ എല്ലാ എലിമെൻസും അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ ആണ് അത് റിഫ്ലെക്സീവ് ആണെന്ന് പറയുന്നത്. പിന്നെ സിമെട്രിക് എന്ന് പറയുമ്പോഴോ സിമെട്രിക്കും ട്രാൻസിറ്റീവും കണ്ടീഷണലാണ്. അതായത് എ കോമ ബി എന്നുള്ള ഓർഡറിൻ്റെ പേരുണ്ടെങ്കിൽ ബിയും ബി കോമ എയും ഉണ്ടായിരിക്കണം. എ ബിനോട് റിലേറ്റഡ് ആണെങ്കിൽ ബി എനോടും റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് സിമെട്രിക് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് സിമെട്രിക് അല്ല. അതേപോലെ എ ബി ഉണ്ട്, ബി സി ഉണ്ട്, അപ്പം എ സിയും ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. ട്രാൻസിറ്റീവ് അല്ലാതിരിക്കുന്ന എപ്പോഴാണ്? എ ബി എന്നുള്ള ഓർഡറിൽ പേരുണ്ടാവുക, ബി സി എന്നുള്ള ഓർഡറിൽ പേരുണ്ടാവുക, എന്നിട്ട് എ സി ഇല്ലാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് അത് ട്രാൻസിറ്റീവ് അല്ലാതെ വരുന്നത്. ഈ 3 ഹോൾഡ് ചെയ്യുന്ന റിലേഷനാണ് നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഈക്വലൻസ് ക്ലാസ്സസ് ആണ്. ഈക്വലൻസ് ക്ലാസ് എന്താണ്? ഈക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഈക്വലൻസ് റിലേഷനും. ആ റിലേഷൻ an equivalence relation divides a set X into subsets A1, A2, A3, etc. such that all elements of AI are related to each other. പിന്നെ no element of AI is related to any element of AJ. പിന്നെ union of AI is equal to the set X. പിന്നെ അവയുടെ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും, അതായത് അവ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ A1, A2, A3 എന്ന് പറയുന്ന സബ്സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് ക്ലാസസ് ഓർ പാർട്ടീഷൻസ് ഓർ സബ് ഡിവിഷൻസ് എന്നൊക്കെ പറയും. അപ്പം എന്താണ്? സബ്സെറ്റുകളാണ്. ആ സബ്സെറ്റുകളൊക്കെ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. പിന്നെ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ എലിമെൻസും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിരിക്കും. ഓൾ എലിമെൻസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. പിന്നെ അവയുടെ യൂണിയൻ എടുത്താൽ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കിട്ടും വേണം. അങ്ങനെ വരുന്ന സബ്സെറ്റുകളെയാണ് നമ്മൾ എന്ത് ഈക്വലൻസ് ക്ലാസസ് എന്ന് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ആർ ഈക്വൽ ടു സെറ്റ് എ കോമ ബി, എ ബി ബിലോങ്സ് ടു സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ്. 3 divides എ മൈനസ് ബി. എന്നിട്ട് പ്രൂവ് ദാറ്റ് ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ആർ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. വിച്ച് ആർ ദ ഈക്വലൻസ് ക്ലാസസ്? തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ക്ലാസ് 2 ഈക്വൽ ടു ക്ലാസ് 5 ഈസ് ഈക്വൽ ടു ക്ലാസ് -4. ഇത് 3 ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. ആദ്യം ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. ഈക്വലൻസ് റിലേഷൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്നാണ് നമ്മൾ പറയേണ്ടത്. അത് നോക്കൂ. എ കോമ എ ബിലോങ്സ് ടു ആർ, അല്ലേ? കാരണം എന്താ? ബിക്കോസ് എ മൈനസ് എ ഈക്വൽ ടു 0 ഈസ് ഡിവിസിബിൾ ബൈ 3. കാരണം ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ നോക്കൂ, 3 ഉണ്ടാവാം, 2 ഉണ്ടാവാം, -2 ഉണ്ടാവും. ആ നമ്പറിനെ മൈനസ് ചെയ്താൽ 0 ആണ് കിട്ടുക. 0 ഈസ് ഡിവിസിബിൾ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡറുടെ പേര് എഴുതി കഴിഞ്ഞാൽ അതിൽ എലിമെൻസിൻ്റെ ഡിഫറൻസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. 3 മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓർഡറുടെ പേഴ്സൊക്കെ ഇത് ഈ റിലേഷനിൽ വരും. ഓക്കെ. അപ്പം എ കോമ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു സെറ്റ്. സോ ആർ ഇസ് റിഫ്ലെക്സീവ്. ഇനി ഇത് സിമെട്രിക് ആണെന്നാണ് പറയേണ്ടത്. നമുക്ക് എ ബി റിലേഷനിലുണ്ടെങ്കിൽ ബി എയും ഉണ്ടാവും. കാരണം എന്താ? എ മൈനസ് ബി 3 മൾട്ടിപ്ലൈ ആണെങ്കിൽ ബി മൈനസ് എ ഇസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3 ആണ്, അല്ലേ? സൈൻ മാറുന്നല്ലേ ഉള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 3യും 9 എടുക്കുക. അപ്പോൾ 3 - 9 -6 ഈസ് ഡിവിസിബിൾ ബൈ 3. തിരിച്ച് 9 - 3 6 ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പം നമുക്ക് എ ബിനോടും റിലേറ്റഡ് ആണെങ്കിൽ ബി എനോടും റിലേറ്റഡ് ആയിരിക്കും. സോ സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ നോക്കൂ. 3 എലിമെൻറ്റ്സ് എടുക്കുക. എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ഡിവിസിബിൾ ബൈ 3 ആണ്. പിന്നെ അതായത് എ മൈനസ് ബി ആൻഡ് 3 divides എ മൈനസ് ബി ആൻഡ് 3 divides ബി മൈനസ് സി. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്തിട്ട് എ മൈനസ് സി കിട്ടും. വിച്ച് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3, അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിയോ. 3യും 12ഉം. അപ്പം നമുക്ക് 3യും 12ഉം നമ്മുടെ ഡിഫറൻസ് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ 3 ഈസ് റിലേറ്റഡ് ടു 12, 12 ഈസ് റിലേറ്റഡ് ടു 15, അല്ലേ? 12 15ൻ്റെ റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3യും 15ഉം റിലേറ്റഡ് ആണ്, അല്ലേ?
റിലേറ്റഡ് ആയിരിക്കും. 3യും 15 തമ്മിലുള്ള ഡിഫറൻസും 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ A, B, Cയും റിലേഷനിലുണ്ടെങ്കിൽ A, C ഉണ്ടാവും. അതെങ്ങനെ നമ്മൾ എടുത്തു വെച്ചാൽ A - B ഡിവിസിബിൾ ബൈ 3, B - C ഡിവിസിബിൾ ബൈ 3. അപ്പോൾ A - Cയും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഓക്കെ, ഇപ്പം നേരത്തെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് 3 - 12 പിന്നെ 12 - 15 കൂടെ കൂട്ടുക. ആ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ട്രാൻസിറ്റീവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഈക്വലൻസ് ക്ലാസസ് എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയായിരിക്കും ഈക്വലൻസ് ക്ലാസസ് നോക്കാം. ഓക്കെ, ഇവിടെ ഈക്വലൻസ് ക്ലാസസ് എന്ന് പറയുന്നത് നമ്മൾ 0 കൊണ്ട് തുടങ്ങാം, എന്നിട്ട് 0 കൊണ്ട് 3 ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ 0, 3, 6, 9, പിന്നെ 0 മൈനസ് യൂസ് ചെയ്യുക, 3 മൈനസ് ചെയ്യുക, -3, -6, അടുത്ത -9 ഇങ്ങനെ പോകും. അതൊരു സെറ്റ്, അത് A1 എന്ന് പേര് കൊടുത്തു. പിന്നെ അടുത്ത് 1 കൊണ്ട് തുടങ്ങാം, 1നോട് ഇങ്ങനെ 3 ആഡ് ചെയ്യാം, 3 ആഡ് ചെയ്യുമ്പോൾ 4, 7, 10 അങ്ങനെ പോകും. പിന്നെ 1 3 മൈനസ് ചെയ്യുക, 3 മൈനസ് ചെയ്യുമ്പോൾ -2, വീണ്ടും 3 മൈനസ് ചെയ്യുമ്പോൾ -5, വീണ്ടും 3 മൈനസ് ചെയ്യുമ്പോൾ -8 അങ്ങനെ പോകും. നെക്സ്റ്റ് 2 കൊണ്ട് തുടങ്ങിയിട്ട് 2നോട് ഇങ്ങനെ 3 ആഡ് ചെയ്യുകയും ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് -4, -1, 2, 5, 8 എക്സെട്ര. ഇത് ഇൻഫിനിറ്റ് സെറ്റാണ്, രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇട്ടുന്നേ ഉള്ളൂ. ഈ ഇങ്ങനെ 3 സെറ്റ് ഉണ്ടാവും. ഇനി വേണമെങ്കിൽ അടുത്ത് എത്ര കൊണ്ട് തുടങ്ങുന്നുണ്ട്? 3 കൊണ്ടാണ് തുടങ്ങേണ്ടത്. 3 കൊണ്ട് തുടങ്ങുന്നത് നമുക്ക് ഈ സെറ്റ് തന്നെ കിട്ടുക, ഫസ്റ്റ് സെറ്റ് തന്നെ കിട്ടും. 3, 6, 9, 3 - 0, -3, -6 അങ്ങനെ പോകും. അപ്പോൾ ഈ 3 സെറ്റുകളാണ് ഉള്ളൂ. ഈ 3 സെറ്റുകളാണ് എന്ത്? ഈക്വലൻസ് ക്ലാസസ്. ഇവ ഡിസ്ജോയിൻ്റ് ആണ്. രണ്ടിലും നോക്കി രണ്ട് സെറ്റിൽ കോമൺ എലിമെൻറ്റ്സ് ഒന്നുമില്ല, ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണ്. ഇവിടെ യൂണിയൻ എടുത്താൽ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയേഴ്സായി. എല്ലാ ഇൻറ്റീരിയേഴ്സും വന്നു ഇവിടെ. ഈ ഇൻറ്റീരിയർ ഇതിൽ പെടാത്ത ഇൻറ്റീരിയേഴ്സ് ഒന്നുമില്ല, എല്ലാ ഇൻറ്റീരിയേഴ്സും ഈ 3 സെറ്റുകളുടെ യൂണിയൻ എടുത്താൽ വരും. ക്ലിയർ? പിന്നെ ഇവയിൽ ഓരോ സെറ്റ് എടുത്തതിനാൽ അതിലെല്ലാ എലിമെൻറ്റ്സും പരസ്പരം റിലേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ A1 എടുക്കുക, A1 എടുത്തതിനാൽ അതിൽ ഏത് 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസും 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സെറ്റ് എടുത്ത് നോക്കൂ, ഏത് 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം 1ഉം 4 കൊടുക്കുക, 1ഉം 4, 1 - 4 -6 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 7 1ഉം 10ഉം, അപ്പം -9 കിട്ടി. അല്ലെങ്കിൽ 10, 1 ആണെങ്കിൽ 10 - 1 9 കിട്ടി. അല്ലെങ്കിൽ -2, -5 ആകുമ്പോൾ എന്താ വരിക? -2 -5, സോ -2, -5 ആട്ടോ. -2 + 5 ആവും. -2 + 5 എന്തായിട്ട് 3 കിട്ടും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. അങ്ങനെ ഇതിൽ ഏത് 2 നമ്പർ നമുക്ക് ഓർഡേഡ് പേരായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ സെറ്റും ഏത് 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസും 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പം ഇതിൽ എല്ലാ എലിമെൻസും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. എല്ലാ എലിമെൻസും ഓൾ എലിമെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. സോ ദി ഈക്വലൻസ് ക്ലാസസ്. ഈക്വലൻസ് ക്ലാസ് ആവാനുള്ള കണ്ടീഷൻസ് ആ 3 കണ്ടീഷൻസ്. ഓരോ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ എലിമെൻസും റിലേറ്റഡ് ആയിരിക്കണം, റിലേറ്റഡ് ടു ഈച്ച് അതർ. പിന്നെ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കണം. ഇവിടെ യൂണിയൻ നമ്മുടെ ഹോൾ സെറ്റ് കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ക്ലാസ് 0, A1 എന്ന് പറഞ്ഞാൽ ക്ലാസ് 0. ക്ലാസ് 0 തന്നെ ആവണമെന്നില്ല കേട്ടോ. ക്ലാസ് 3 ആവാം, ക്ലാസ് 6 ആവാം, ക്ലാസ് 9 ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു എലിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അതേപോലെ A2 രണ്ടാമത്തെ സെറ്റ് നമുക്ക് ക്ലാസ് 1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്ലാസ് 4 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്ലാസ് 7 എന്ന് വിളിക്കാം. ഏത് വേണമെങ്കിൽ വിളിക്കാം, എല്ലാം സെയിം തന്നെയാണ്. അതേപോലെ മൂന്നാമത്തെ സെറ്റിനെ ക്ലാസ് 2 എന്ന് വിളിക്കാം. ഇങ്ങനെ 3 ഈക്വലൻസ് ക്ലാസ്സസ് ആണുള്ളത്. ഇത് ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. A1 = ക്ലാസ് 3R, A2 = ക്ലാസ് 3R + 1, A3 = ക്ലാസ് 3R + 2, where R belongs to Z. For all R belongs to Z. R ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലിമെൻസും തന്നെ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് 0, 3, 6, 9 ഒക്കെ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇത് 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസും 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. കൂടാതെ തന്നെ ഈ എലിമെൻസും തന്നെ 3ൻ്റെ മൾട്ടിപ്പിളാണ്. സെക്കൻഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ എലിമെൻസും 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 3ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതാണ്. 1 ആഡ് ചെയ്തല്ലേ. ഇപ്പം 0 3 കൊണ്ട് മൾട്ടിപ്പിൾ 0 ഇട്ടും 1 ആഡ് ചെയ്താൽ 1 കിട്ടി. 1നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് 3 കിട്ടി. 1 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. 2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 6 കിട്ടി. 1 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടി. അങ്ങനെ 3R + 1 ആണ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ. തേർഡ് സെറ്റ് ആണെങ്കിൽ എല്ലാ എലിമെൻസും 3ൻ്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പം സെറ്റ് 3 ക്ലാസ് 3R, ക്ലാസ് 3R + 1, ക്ലാസ് 3R + 2 ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. മനസ്സിലായാലോ? ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഈക്വലൻസ് ക്ലാസ്സിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ക്ലാസ് 2, ക്ലാസ് 5, ക്ലാസ് -4 സെയിം ആണെന്ന്. ശരിയാണ്. നോക്കൂ,
അത് മൂന്നും ഈ സെറ്റിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, തേർഡ് സെറ്റിനെ. ക്ലാസ് 2, ക്ലാസ് 5, ക്ലാസ് -4 അല്ലെങ്കിൽ ക്ലാസ് -1, ക്ലാസ് -8 എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ്, ഈക്വലാണ്. ഓക്കെ, നമുക്ക് ഈക്വലൻസ് ക്ലാസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. നോക്കൂ, സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 up to 10 വരെയുള്ള നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സാണ്. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, A, B, A, B belongs to capital A. Both A and B are prime numbers. നമ്മളൊരു ഓർഡർ പെയർ എഴുതി കഴിഞ്ഞാൽ അതിലെ രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. ഓർ എ ആൻഡ് ബി ആർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അല്ലെങ്കിൽ എയും ബി എന്തായിരിക്കണം, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കണം, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓർ എ ആൻഡ് ബി ഹാവിങ് 4 ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ എയ്ക്കും ബിക്കും പിന്നെ 4 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം, 4 ഫാക്ടേഴ്സ്. അങ്ങനെ വരുന്ന ഓർഡേർഡ് പേഴ്സ്. അങ്ങനെ വരുമ്പം ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദി ഈക്വലൻസ് ക്ലാസ്സസ്, ഏതൊക്കെയാണ് ഈക്വലൻസ് ക്ലാസ്സസ്. പിന്നെ ജസ്റ്റിഫൈ യുവർ ആൻസർ, ഹൗ മെനി ഓർഡേർഡ് പേഴ്സ് ആർ ദർ ഇൻ ആർ. ഏതൊക്കെയായിരിക്കും നമ്മുടെ ഈക്വലൻസ് ക്ലാസ്സസ്. അപ്പോൾ ഇത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് ഉറപ്പാണ്. ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈക്വലൻസ് റിലേഷൻ തന്നെയായിരിക്കും. ഈക്വലൻസ് ക്ലാസ്സസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഈ 10 വരെയുള്ള ഈ വലിയ സെറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്, സബ്സെറ്റുകൾ ഏതൊക്കെ സബ്സെറ്റുകളാണ് വരിക. ഒന്നാമത്തെ നോക്കൂ, പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരിക, 2, 3, 5. അടുത്തത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, എയും ബിയും പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് വരിക, 1, 4, 9 അല്ലേ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. 10 താഴെയുള്ള നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. അടുത്തത് ഏതൊക്കെയായിരിക്കും വരിക, ബാക്കിയുള്ള എലിമെൻറ്റ്സ് 6, 8, 10. അതിൽ നോക്കൂ, 6, 8, 10 അതിൽ 4 ഫാക്ടേഴ്സ് ഉണ്ട്. 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6 അല്ലേ. അതേപോലെ 8ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 1, 2, 4, 8. 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 1, 2, 5, 10. അങ്ങനെ 4 ഫാക്ടേഴ്സ്. 4 ഫാക്ടേഴ്സിൽ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ഇല്ലേ. ഇപ്പം 9 നോക്കൂ, 9 4 ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. 9ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 1ഉം 3ഉം 9ഉം 3 ഫാക്ടേഴ്സ് അല്ലേ ഉള്ളൂ, 4 അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഈക്വലൻസ് ക്ലാസ്സസ് ആണ്, കാരണം ഡിസ്ജോയിൻ്റ് ആണ്. ഇവയുടെ യൂണിയൻ എടുത്ത് നമ്മുടെ സെറ്റ് കിട്ടും. ഇതിലെ എല്ലാ എലിമെൻസും പരസ്പരം റിലേറ്റഡ് ആണ്. അതായത് ഇപ്പം 2, 3 എന്നുള്ള ഓർഡർ പേര് ഉണ്ടാവും, 3, 2 ഉണ്ടാവും, 3, 5 ഉണ്ടാവും, 5, 7 ഉണ്ടാവും, 7, 5 ഉണ്ടാവും. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ, കാരണം അവർക്ക് രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സാണ്. ഇനി അതെല്ലാം ഈ 1ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേർഡ് പേഴ്സ് ഇതൊക്കെയാണ്. 1, 4, 4, 1, 4, 9, 9, 9, 1 അങ്ങനെയുള്ള ഓർഡേർഡ് പേഴ്സ് ഒക്കെ ഉണ്ടാവും, കാരണം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയാൽ മതി. ഇതിലെ ഓർഡേർഡ് പേഴ്സ് എടുക്കുകയാണെങ്കിലോ, രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടിനും പിന്നെ 4 ഫാക്ടേഴ്സുള്ള നമ്പേഴ്സ് അങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം ഈക്വലൻസ്, ഈ 3 സെറ്റുകളാണ് ഈക്വലൻസ് ക്ലാസ്സസ് ഓർ പാർട്ടീഷൻസ്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ മെനി ഓർഡേർഡ് പേഴ്സ് ആർ ദർ ഇൻ ആർ. എത്ര ഓർഡേർഡ് പേഴ്സ് ഉണ്ടാവുന്നു. നമ്മളിപ്പോൾ എല്ലാ ഓർഡേർഡ് പേഴ്സും എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതാൻ നോക്കൂ. ഇപ്പോൾ A1 എന്ന സെറ്റിന് അതിനോട് തന്നെയുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അതിനോട് തന്നെയുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ അതിലെത്ര ഓർഡേർഡ് പേഴ്സ് ഉണ്ടാവും. ഇതിൽ 4 എലിമെൻറ്റ്സ് ആണ്. അപ്പം A1 ക്രോസ് A1 എന്ന് പറയുമ്പം 4 × 4 16 ഓർഡേർഡ് പേഴ്സ് ഉണ്ടാവും അല്ലേ. 16 ഓർഡേർഡ് പേഴ്സ്. നമുക്ക് A1 ക്രോസ് A1, നമ്പർ ഓഫ് A1 ക്രോസ് A1 എന്ന് പറഞ്ഞാൽ 4 × 4 16. പിന്നെ അതേപോലെ നമ്പർ ഓഫ് A2 ക്രോസ് A2 പറഞ്ഞാൽ 3 × 3. A2 എന്ന സെറ്റിൽ 3 എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 3 × 3 9 ഓർഡേർഡ് പേഴ്സ് ഉണ്ടാവും. അതേപോലെ A3 എന്ന് പറഞ്ഞ സെറ്റിൽ 3 എലിമെൻറ്റ്സ് ആണുള്ളത്. സോ നമ്പർ ഓഫ് A3 ക്രോസ് A3 എന്ന് പറയുമ്പം 3 × 3 9 ഓർഡേർഡ് പേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോലെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അത്രയും ഓർഡേർഡ് പേഴ്സ് ആ റിലേഷനിൽ ഉണ്ടാവും. അപ്പോൾ 34 ഓർഡേർഡ് പേഴ്സ് റിലേഷനിൽ ഉണ്ടാവും. ഓക്കെ, സോ ദർ ആർ 34 ഓർഡേർഡ് പേഴ്സ് ഇൻ ആർ. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണേ. ഹൗ മെനി ഓർഡേർഡ് പേഴ്സ് ഓർ ഹൗ മെനി എലിമെൻറ്റ്സ് ഇൻ ദ റിലേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് A is equal to set 1, 2, 3. Write all equivalence relations in A. And if number of A is equal to n, then minimum and maximum number of elements in an equivalence relation are dash and dash. നോക്കൂ, നമ്മൾ ഓരോ റിലേഷൻസ് ഈക്വലൻസ് റിലേഷൻ എഴുതാം. അത് ഏറ്റവും കുറഞ്ഞ ഓർഡേർഡ് പേഴ്സിലെ ഈക്വലൻസ് റിലേഷൻ എന്നാൽ സെറ്റ് 1, 1, 2, 2, 3, 3. ഇത് റിഫ്ലെക്സീവ് ആണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഓർഡേർഡ് പേർ ഇല്ലെങ്കിൽ റിഫ്ലെക്സീവ് അല്ല, അപ്പം ഈക്വലൻസ് റിലേഷനും ആയിരിക്കില്ല. ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. കാരണം സിമെട്രിക്കോ ട്രാൻസിറ്റീവോ അല്ല എന്ന് പറയാനുള്ളൊരു കേസ് ഇല്ല ഇവിടെ. സിമെട്രിക് ഞാൻ പറഞ്ഞല്ലോ, സിമെട്രിക് അല്ല എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, ഇപ്പം 2, 3 ഉണ്ടാവുക, എന്നിട്ട് 3, 2 ഇല്ലാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് സിമെട്രിക് അല്ല എന്ന് പറയാം. അങ്ങനത്തെ ഒരു കേസ് ഇല്ല. A ബിനോട് റിലേറ്റഡ് ആവുക, എന്നിട്ട് തിരിച്ച് B അതിനോട് റിലേറ്റഡ് അല്ലാതെ വരിക. അങ്ങനെ വരുമ്പോൾ മാത്രമേ സിമെട്രിക് അല്ലാതെ വരുള്ളൂ. ബാക്കിയുള്ള കേസിലൊക്കെ സിമെട്രിക് ആണെന്ന് ഞാൻ പറയാം.
അതേപോലെ തന്നെയാണ് ട്രാൻസിറ്റീവ് കണ്ടീഷനിലാണ് എ ബിനോട് റിലേറ്റഡ് ആവുക, എന്നിട്ട് ബി സിനോട് റിലേറ്റഡ് ആവുക, എന്നിട്ട് എ റിലേറ്റഡ് ടു സി എന്നുള്ള അങ്ങനെ ഇല്ലാതിരിക്കുക, എ സിനോട് റിലേറ്റഡ് അല്ലാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് ട്രാൻസിറ്റീവ് അല്ലാതെ വരുന്നത്. ബാക്കിയുള്ള എല്ലാ കേസിലും ട്രാൻസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇത് സിമെട്രിക് തന്നെയാണ്, ട്രാൻസിറ്റീവാണ്, പിന്നെ റിഫ്ലെക്സീവ് ആണ്. അപ്പം റിഫ്ലെക്സീവ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 3 ഓർഡേഡ് പേഴ്സ് വേണം, കാരണം ഇവിടെ 3 എലിമെൻറ്റ്സ് ആണുള്ളത്. ഇനി 4 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 4 ഓർഡേഡ് പേഴ്സ് വേണം. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1 2 ചേർത്തുള്ളൂ. 1 2 ചേർത്താൽ 2 1 കൂടെ വേണം, എന്നാലും സിമെട്രിക് ആവുള്ളൂ. അപ്പോൾ അടുത്തത് 1 2 2 1 കൂടെ ചേർത്തു. ഇതെന്തായാലും ഈ 3 ഓർഡേഡ് പേഴ്സ് നിർബന്ധമായിട്ടും വേണം. പിന്നെ അതിന് കൂടാതെ ഒരു 1 2 കൂടെ എഴുതി, അപ്പോൾ 2 1 ചേർത്തു. എന്നാലും ഇത് ഈക്വലൻസ് റിലേഷൻ ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് അല്ലാതെ പറയാനുള്ള കേസില്ല. അപ്പോൾ 1 2 2 1 1 1 ആണ്. 1 1 ഇവിടെ ഉണ്ട്, കണ്ടോ? ഇനി 1 1 2 വെച്ച് 1 3 എടുക്കുകയാണെങ്കിലോ 3 1 ആണ്. അപ്പോൾ 1 3 എടുക്കുമ്പോൾ 3 1. അങ്ങനെ മൂന്നാമത്തെ ഈക്വലൻസ് റിലേഷൻ. ഇത് വേറൊരു ഈക്വലൻസ് റിലേഷനാണ്. ഇനി ഞാൻ 2 3 എടുക്കുന്നു. 2 3 എടുക്കുമ്പം നേരെ തിരിച്ച് 3 2 എഴുതുക. അപ്പം നാലാമത് വേറൊരു ഈക്വലൻസ് റിലേഷൻ കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ വീണ്ടും 1 1 2 2 3 3 എഴുതി, 1 2 2 1 എഴുതി, എന്നിട്ട് 1 3 എഴുതി. അപ്പം 1 3 എഴുതുമ്പോൾ 3 1 വേണം. അപ്പോൾ ഇത് 4 കൂടെ കൂട്ടി എഴുതി. അങ്ങനെ എഴുതുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, പക്ഷേ ട്രാൻസിറ്റീവ് ആയിരിക്കില്ല. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്തും കൂടെ വേണം. നോക്കിതാ ഇവിടെ 3 1 1 2 ഉണ്ടോ? ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ 3 1 1 2. അപ്പം 3 2 എന്നുള്ള ഒരു ഓർഡേഡ് പേര് വേണം. മനസ്സിലായി? 2 അല്ലെങ്കിൽ 2 1 1 3. അപ്പോൾ 2 3 എന്നുള്ള ഓർഡേഡ് പേര് വേണം. 2 3 എടുക്കുമ്പോൾ 3 2 വേണം. അതാണ് പ്രത്യേകത. അപ്പോൾ നമ്മുടെ എല്ലാ ഓർഡേഡ് പേഴ്സ് വഴി, അതായത് എ ക്രോസ് എയിൽ എല്ലാ ഓർഡേഡ് പേഴ്സ് വഴി, അത് യൂണിവേഴ്സൽ റിലേഷൻ എല്ലായി. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു റിലേഷനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 6 അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് ഈക്വലൻസ് റിലേഷൻസ് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? ക്ലിയർ? 5 ഈക്വലൻസ് റിലേഷൻസ് കേട്ടോ. ഇനി വേറെ ഈക്വലൻസ് റിലേഷൻ ഉണ്ടാവില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് ഫേസ് n ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ആൻ ഈക്വലൻസ് റിലേഷൻ. ഒരു ഏറ്റവും കുറഞ്ഞ ഓർഡേഡ് പേഴ്സിൻ്റെ എണ്ണത്തിലായിരിക്കും ഒരു ഈക്വലൻസ് റിലേഷനിലെ. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് 3 ആണ്. അപ്പം ഇവിടെ ഫസ്റ്റ് എഴുതി നമ്മൾ R1 3 എലിമെന്റ്സ് ഉള്ളൂ, 3 ഓർഡേഡ് പേഴ്സ് ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും, n ആണെങ്കിൽ n തന്നെയായിരിക്കും. കാരണം എന്നാലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. എല്ലാ എലിമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആവണം, അപ്പോഴേ റിഫ്ലെക്സീവ് ആവുള്ളൂ. അത് മാത്രം എടുക്കുകയാണെങ്കിൽ അത് സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് n എലിമെന്റ്സ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഡേഡ് പേഴ്സ് എന്നാൽ n തന്നെ. പിന്നെ ഏറ്റവും മാക്സിമം എന്ന് പറയുമ്പോഴോ, മാക്സിമം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രൊഡക്റ്റ് ഫുള്ള് എടുത്താൽ മതി. അതായത് n × n, അതായത് n സ്ക്വയർ വരും. മനസ്സിലായോ? സോ നമ്പർ ഓഫ് ഫേസ് n ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ഈക്വലൻസ് റിലേഷൻ ഈസ് n ആൻഡ് മാക്സിമം നമ്പർ ഈസ് n സ്ക്വയർ. അതായത് എ ക്രോസ് എ എടുക്കുക. അപ്പോൾ അതിൽ എല്ലാം വരും. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ വരും. ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. നോക്കാം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. നമുക്ക് ഫങ്ഷൻസ് എന്ന ടോപ്പിക് നോക്കാം. ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ എന്താ പഠിക്കുന്നത്? മെയിനായിട്ടും 1 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് 1 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആവുന്നത്? ഡിഫറെൻറ്റ് എലിമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ടാകുമ്പോൾ അല്ലേ? അതേപോലെ ഓൺ ടു വരെങ്കിൽ കോഡൊമൈൻ റേഞ്ചിന് സെയിം ആവണം. അതായത് സെക്കൻഡ് സെറ്റിലെ എല്ലാ എലിമെൻറ്റ്സും ഇമേജുകളായിട്ട് വരണം. അങ്ങനെ വരുമ്പോഴാണ്. പിന്നെ അതിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ, കോമ്പോസിഷൻ ഫംഗ്ഷൻ, ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതൊക്കെയാണ് പഠിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. നോക്കൂ. f from x to y is invertible, then domain of f inverse is dash. പിന്നെ if number of x is equal to 5, number of y is equal to dash. How many different onto functions are there from x to y? അതാണ് ക്വസ്റ്റ്യനെ. നമുക്ക് എഫ് എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് കിട്ടായിരിക്കും? വൈ നിന്ന് എക്സിലേക്ക്. അപ്പോൾ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വൈ തന്നെയായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിൾ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. പക്ഷേ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാൻ സാധ്യത. ഇവിടെ ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് സെറ്റിൽ നിന്ന് സെക്കൻഡ് സെറ്റിലേക്കാണ് എഫ് എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് നേരെ തിരിച്ചിങ്ങോട്ടാണ് അവിടെ നിന്നിട്ട്. അപ്പം എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വൈ തന്നെയായിരിക്കും. ഇനി നമ്പർ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഡാഷ്. നമ്പർ ഓഫ് എക്സ് 5 ആണെങ്കിൽ നമ്പർ ഓഫ് വൈ എത്രയായിരിക്കും? ആലോചിച്ച് നോക്കൂ. ഇത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ് അല്ലേ? എഫ് ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ്. അപ്പം 1 1 ഓൺ 2 ആണ്, 1 1 ആണോ ഓൺ 2 ആണോ? അപ്പോൾ നമ്പർ ഓഫ് എക്സ് ഈസിക്കൽ നമ്പർ ഓഫ് വൈ ആയിരിക്കും. എക്സിനും വൈയിലും എലിമെൻറ്റ്സിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് 1 1 ഓൺ 2 ആവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്പർ ഓഫ് എക്സ് ഈസിക്കൽ 5 തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് വൈ ഈസിക്കൽ 5 അല്ലേ? അതോർമ്മ.
അപ്പോൾ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിലെ ഡൊമൈനെയും കോഡൊമൈനെയും എലിമെൻസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് സെയിം ആയിരിക്കും. നെക്സ്റ്റ്, ഹൗ മെനി ഡിഫറെൻറ്റ് ഓൺ ടു ഫങ്ഷൻസ് ആർ ദർ ഫ്രം എക്സ് ടു വൈ. ഇവിടെ ഇതേപോലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് 1 ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഓൺ ടു ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആൻഡ് ഓൺ ടു ആയിരിക്കും. അപ്പം മൂന്നും ഒരുമിച്ച് ചോദിക്കുന്നത് ഈക്വലാണിത്. നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് എന്നാൽ അത്രയും നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് തന്നെയാണ് നമ്പർ ഓഫ് 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസ് തന്നെയാണ്. കാരണം രണ്ടിലും സെയിം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണ്, മാത്രമല്ല ഇൻവേർട്ടിബിൾ ആണ്. അത് എത്ര എണ്ണം ഉണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻ, എത്ര എണ്ണം ഉണ്ടായിരിക്കും നോക്കാം. നമുക്ക് വൈ എടുക്കാം. വൈയിൽ 5 എലിമെൻറ്റ്സ് ആണല്ലോ ഉള്ളത്. അപ്പം വൈയിലെ ഫസ്റ്റ് എലിമെൻറ്റിന് എക്സിലെ എത്ര എലിമെൻറ്റ്സുമായിട്ട് പ്രീ ഇമേജ് ഉണ്ടാക്കാം? 5 അല്ലേ. പിന്നെ വൈയിലെ രണ്ടാമത്തെ എലിമെൻറ്റിന് എക്സിലെ എത്ര എലിമെൻറ്റ്സുമായിട്ട് പ്രീ ഇമേജ് ഉണ്ടാക്കാം? 4. നമ്മൾ പെർമ്യൂട്ടേഷൻ പഠിച്ചിട്ടില്ല ഫസ്റ്റ് ഇയറിൽ, വേക്കൻറ്റ് സ്പേസ് ഫില്ല് ചെയ്യുന്ന പോലെ. 5 വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, 5 നമ്പേഴ്സ്, 5 ഒബ്ജക്റ്റ് ആണത്, 5 ഒബ്ജക്ട്സ് ആണത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്യാൻ ബി filled in by 5 different ways. Second object can be filled in by remaining 4 blank space. The third object can be filled in by remaining 3. അങ്ങനെ 5 into 4 into 3 into 2 into 1 5 factorial 5p5 കേട്ടോ. 5 factorial അത്രയും കോമ്പിനേഷൻ അല്ലെങ്കിൽ അത്രയും പെർമ്യൂട്ടേഷൻസ്, അത്രയും റിലേഷൻസ് ആണ്, ഈക്വലൻസ് റിലേഷൻസ് ആണ് ഉണ്ടാവുക. ഈക്വലൻസ് റിലേഷൻ അല്ല, ഫങ്ഷൻസ് ആണ് ചോദിച്ചത്. അത്രയും ഫങ്ഷൻസ്, 1 ഓൺ ടു ഫങ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. 5 ഫാക്ടോറിയൽ ഓൺ ടു ഫങ്ഷൻസ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Let f from x to y and g from y to z are invertible functions. f of x is equal to 2x plus 3, g of y is equal to y plus 1 divided by 4 എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഇസ് ഡാഷ്, ഡൊമൈൻ ഓഫ് ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഇസ് ഡാഷ്, ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ്, പിന്നെ ഫൈൻഡ് എഫ് ഇൻവേഴ്സ് ആൻഡ് ജി ഇൻവേഴ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഇസ് ദ ഡൊമൈൻ ഓഫ് എഫ്. ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ തന്നെയായിരിക്കും കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡൊമൈൻ. അപ്പോൾ സെറ്റ് എക്സ്, എഫിൻ്റെ ഡൊമൈൻ എന്ന സെറ്റ് എക്സ് തന്നെ. പിന്നെ ഡൊമൈൻ ഓഫ് ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുമ്പം ഇവിടെ രണ്ടാമത് പറയുന്ന ഫംഗ്ഷൻ ഏതാ? എഫ് ഇൻവേഴ്സ്. സോ ഡൊമൈൻ ഓഫ് എഫ് ഇൻവേഴ്സ്, ഏതാ? എഫ് പറഞ്ഞാൽ എക്സ് നിന്ന് വൈയിലേക്കാണ്. അപ്പോൾ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് വൈ തന്നെ വരും. ഓക്കെ. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും കാണാനാണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്നാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ജി ഓഫ് 2s plus 3. ജി ഓഫ് 2s plus 3 എന്ന് പറഞ്ഞാൽ നോക്ക് 2s plus 3 plus 1 divided by 4 അല്ലേ. അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ 2s plus 4 divided by 4, ദാറ്റ് ഈസ് 2 കോമൺ ഫാക്ടർ പുറത്തെടുക്കുമ്പം s plus 2 by 2 വരും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 2 ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇവിടെ എഫ് ഇൻവേഴ്സും ജി ഇൻവേഴ്സും കാണാനാണ്. എഫ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് ഇൻവേഴ്സ് y ഈക്വൽ ടു 2s plus 3 എന്ന് എഴുതിയിട്ട് എക്സിന് വൈൻ്റെ ഫംഗ്ഷൻ ആക്കി മാറ്റാം. എക്സ് ഈക്വൽ ടു y minus 3 ഡിവൈഡഡ് ബൈ 2 വരും. സോ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഇവിടെ y മാറ്റാം, എക്സ് മൈനസ് 3 by 2 നോക്കിയാൽ മതി. അതേപോലെ ജി ഇൻവേഴ്സ് കാണാൻ നമ്മൾ z ഈക്വൽ y plus 1 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതി y ഈക്വൽ ടു ഈ വൈനെ സെറ്റിൻ്റെ ഫംഗ്ഷൻ ആക്കി മാറ്റാം. ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ 4 into z 4z minus 1 കേട്ടോ. ഫോർ ജി ഇൻവേഴ്സ് y ഈക്വൽ ടു 4y minus 1 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് ഒരു ബൈനറി ഓപ്പറേഷൻ്റെ പ്രോബ്ലം നോക്കാം. ലെറ്റ് a star b is equal to 3ab divided by 4 is a binary operation on Q. Find identity, find inverse of 3 by 4. is star associative ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെയാണ്. എന്നാലും നോക്കാം. ഐഡൻറ്റിറ്റി കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം? നമ്മളെ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ അങ്ങനെ എടുക്കും. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. അപ്പോൾ അത് ഇവിടെ സ്റ്റാറിൻ്റെ ഡെഫിനേഷൻ എന്താ? സ്റ്റാർ എന്താ ചെയ്യുന്നത്?
3ab/4. അപ്പോൾ ഇവിടെ 3ae/4 ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതും. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും എ ക്യാൻസൽ ചെയ്ത് പോയി. ഇ ഈസ് ഈക്വൽ ടു 4/3. ഇ ഈസ് ഈക്വൽ ടു 4/3. സോ ഐഡന്റിറ്റി എലിമെന്റ് 4/3 ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 3/4. 3/4 ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ഇ എന്ന് എഴുതും. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ഇ ഉണ്ടോ? ഇങ്ങനെയാണ് തുടങ്ങേണ്ടത് കേട്ടോ. ഇതിൻ്റെ എയുടെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ അത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി എലിമെന്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 3/4 ഇൻവേഴ്സ് ആണ് കണ്ടത്. അപ്പോൾ 3/4 സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു 4/3. 4/3 ഐഡന്റിറ്റി എന്ന് എഴുതി. ഇനി അത് ഡെഫിനിഷനിൽ കൊടുക്കുമ്പം 3 × 3/4 × b ഹോൾ ഡിവൈഡ് ബൈ 4 കേട്ടോ ഈസ് ഈക്വൽ ടു 4/3 എഴുതി. അപ്പോൾ 3 × 3 9. ഇവിടെ 4ഉം 4 മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഈ ഫ്രാക്ഷന് ഓരോ 4 ഉണ്ട്. ഇതൊരു ഫ്രാക്ഷനാണ്, മൊത്തം ഇതൊരു ഫ്രാക്ഷനാണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ 4 ആണ്. ആ മൊത്തം ഫ്രാക്ഷനെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ഫ്രാക്ഷൻ നമ്മൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 അതിൻ്റെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാണല്ലോ ചെയ്യുക. ഇവിടെ ഞാൻ ചിരിച്ചെഴുതിയോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നേരെ തന്നെ വരച്ചാൽ മതി. ഇവിടെ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വരയ്ക്കാൻ കഴിയുന്നില്ല, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 9/16 ഉണ്ടാവും. 9/16 ഇക്വേഷൻ്റെ അപ്പുറത്ത് എടുക്കുമ്പം 4/3 × 9/16/9 ആണ്. 16/9 അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 64/27 കിട്ടും. അതായിരിക്കും ഇൻവേഴ്സ്. ഏത് 4/3 ഇൻവേഴ്സ് ബി തന്നെ ബിയുടെ വാല്യൂ. അങ്ങനെയാണ് ഇൻവേഴ്സ് ആണ്. ഇനി അസോസിയേറ്റീവ് ആണ് എന്ത് ചെയ്യുക? അസോസിയേറ്റീവ് ചെക്ക് ചെയ്യാൻ നമ്മൾ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ 3 എലിമെൻ്റ് എടുക്കുക കേട്ടോ. എ സ്റ്റാർ ബി ബ്രാക്കറ്റിൽ സ്റ്റാർ സി, അതിൻ്റെ വാല്യൂ നോക്കൂ 3ab/4 സ്റ്റാർ സി ഈസ് ഈക്വൽ ടു, അപ്പോൾ 3ab/4 കിട്ടി സ്റ്റാർ സി. ഇതിനെ വീണ്ടും ഈ സ്റ്റാർ ഉപയോഗിക്കുമ്പം, രണ്ടാമത്തെ സ്റ്റാർ ഉപയോഗിക്കുമ്പം 3 × 3ab/4 സി × സി ഹോൾ ഡിവൈഡ് ബൈ 4. അപ്പോൾ 9abc/16 കിട്ടും. ഇത് തിരിച്ചും ചെയ്യണേ, തിരിച്ച് ഞാൻ ചെയ്തില്ലാന്നുണ്ട്. തിരിച്ച് എന്ത് ചെയ്യണം? നീ എ സ്റ്റാർ ബി സ്റ്റാർ സി, അതും അങ്ങനെ ചെയ്താലും തന്നെ കിട്ടും. നമുക്ക് 9abc/16 തന്നെ കിട്ടും. അപ്പോൾ അത് അസോസിയേറ്റീവ് ആയിരിക്കും. ചെയ്ത് നോക്കുക നിങ്ങൾ, അസോസിയേറ്റീവ് ആയിരിക്കും. അടുത്ത് നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് നോക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പിന്നെ ഡൊമൈനും റേഞ്ചൊക്കെ ശരിക്കും പഠിക്കണേ. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ഇതിൻ്റെയൊക്കെ ഡൊമൈൻ റേഞ്ചും എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 1, റേഞ്ച് പോസ്റ്റ് ഇൻ്റർവൽ -π/2 + π/2. അതുപോലെ കോസ് ഇൻവേഴ്സിന് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയൊക്കെ. ഇതിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണല്ലോ പ്രോബ്ലം മാത്രം ചെയ്തത്. നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5π/6, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ, അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5π/3 നമ്മൾ സൈൻ എഴുതാൻ വിട്ടതാണ് സൈൻ 5π/3, പിന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ -2π/3. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ്, ഒരു 8 പ്രോബ്ലംസ് ഉണ്ട്. ഇത് മാത്രമാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഈ സൈൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ വരണം. നമുക്കറിയാം ഈ 5π/6 സൈനിൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുമ്പം പോസ്റ്റ് ഇൻ്റർവൽ -π/2 + π/2 ആണ്. പോസ്റ്റ് ഇൻ്റർവൽ -π/2 + π/2, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കൂ, ആ റേഞ്ചിലല്ല ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. യൂണിറ്റ് സർക്കിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് എന്ന് പറയുമ്പം -π/2 നമുക്ക് +π/2 വരണം. അതന്നെ സൈനിൻ്റെ ഡൊമൈനായിട്ട് വരണം. എന്നാലും നമുക്ക് ഇത് കിട്ടുള്ളൂ. അല്ലാണ്ട് 5π/6 നേരിട്ട് ചെയ്തരുത്. ശരിക്കും സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് പറഞ്ഞാൽ എക്സ് ആണ്. അതുപോലെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സും എക്സ് തന്നെയാണ്. പക്ഷെ അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 5π/6 നേരിട്ടാണ്ട് ചെയ്തരുത്. നിങ്ങൾ 5π/6 എന്ന് പറയുമ്പം എവിടെ വരെ എത്തി നോക്കൂ, ആംഗിൾ നോക്കുക. ഇവിടെ മുതൽ തുടങ്ങിയിട്ട് 5π/6 എന്നാൽ നോക്കൂ, π/6 30 ആണല്ലോ, 150 ഡിഗ്രി. അപ്പോൾ ഏകദേശം ഇവിടെ എത്തി. ഇതെന്ന് പറയുന്നത് നോക്കൂ, ഇതിൻ്റെ പുറത്താണല്ലോ. എനിക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ എന്ത് ചെയ്യാൻ അറിയാം? സൈൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന്റെ y കോർഡിനേറ്റ് ആണ് സൈൻ, s കോർഡിനേറ്റ് കോസും y കോർഡിനേറ്റ് സൈനാണ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഈ 5π/6 എക്സ് ആക്സിന് പാരലായിട്ട് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ സർക്കിൾ എവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്? ഒരു പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്യും. ഈ പോയിന്റ് -π/2 + π/2 ഇടയിലാണ്. ഇത് നമുക്ക് 5π/6 ഈ ഇത്രയും ഡിഗ്രി വന്നാൽ ഇനി ഇത്രയുള്ളത്
ഇത് എത്രയാണ് 180 അല്ലേ പൈ എന്ന് പറയുമ്പം ഇത് 150. അപ്പോൾ ഇത് 5π/6 എന്നാൽ 150. അപ്പോൾ 30 ഡിഗ്രി ഇവിടുന്ന് അങ്ങനെ എടുത്താൽ മതി. 30 ഡിഗ്രി തന്നെ π/6 തന്നെ കിട്ടും. അപ്പം 5π/6 അല്ല വരിക, π/6 ആണ് വരിക. മനസ്സിലായല്ലോ? അത് തിയററ്റിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയും ചെയ്യാം. അതായത് യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് കാണിച്ചു എന്നുള്ളൂ ഞാൻ. sin 5π/6 ഈസ് ഈക്വൽ ടു sin of π മൈനസ് 5π/6. സൈൻ തീറ്റ നമുക്ക് sin of π മൈനസ് തീറ്റ എഴുതാം. sin of π മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പോൾ പൈന്ന് 5π/6 മൈനസ് ചെയ്യുമ്പം 6π മൈനസ് 5π/6. അപ്പോൾ ഇവിടെ നമുക്ക് 5π/6ൻ്റെ സ്ഥാനത്ത് π/6 കൊടുത്താൽ മതി. സോ ആൻസർ π/6 കിട്ടും. സൈൻ ഇൻവേഴ്സ് ഓഫ് sin π/6 ഈസ് π/6. അത് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ -π/2 + π/2. അതേപോലെ അടുത്തത് ഇവിടെ ഒന്നും കൊണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് 5π/3 ആണ് ചോദിച്ചത്. ഇവിടെ സൈൻ വിട്ടുപോയതാണ് ഞാൻ. ഇവിടെ സൈനും കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കും സൈൻ 5π/3 വരുമ്പോൾ എവിടെ എത്തി, ആംഗിൾ എവിടെ എത്തി നോക്കാം. ഇവിടെ മുതൽ തുടങ്ങുന്നുണ്ട് 0 എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് പൈ കഴിഞ്ഞ് 3π/2 5π/3 ഏകദേശം ഇവിടെ വരും. അതായത് π/3 60 ഡിഗ്രിയാണ്. 60നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 300 ആയി. 300 ഡിഗ്രി മെഷറിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും എവിടെ എത്തി എന്നുള്ളത്. ഏത് ക്വാഡ്രൻറ്റിലാണ് എത്തിയെന്ന് നോക്കാൻ നമുക്ക് ഡിഗ്രി മെഷറിൽ പറഞ്ഞു നോക്കാം കേട്ടോ. പൈ എന്ന് പറഞ്ഞാൽ 180. അപ്പോൾ ഇവിടെ π/3 പറയുമ്പം 60, അവനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300 ഡിഗ്രി ആകുമ്പോൾ 4th ക്വാഡ്രൻ്റ് എത്തി. ഇവിടെയാണ് എടുത്തത്. ഇത് ശരിക്കും -π/2 + π/2 ഇടയിലാണ്. പക്ഷെ 5π/3 എന്ന് പറയുന്നത് ഇത് എങ്ങനെ എങ്ങോട്ട് എടുത്താൽ മതി, ഈ ഡയറക്ഷനിൽ എടുത്താൽ മതി. അതായത് നെഗറ്റീവ് ആംഗിൾ ഇങ്ങനെ എങ്ങോട്ട് എടുക്കുമ്പോൾ എത്ര വരും ആലോചിച്ച് നോക്കൂ. ഇവിടെ 300, ഇവിടെ 270, അപ്പോൾ ഇത് 30. അപ്പോൾ ഇവിടെ എത്ര വരണം, ഇനി ഇവിടെ 60. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ -π/3 കിട്ടുക. നമുക്ക് ഇങ്ങനെ ചെയ്താലും -π/3 കിട്ടും. സൈൻ ഓഫ് 5π/3 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 5π/3 - 2π മൈനസ് ചെയ്യുക കേട്ടോ. ഈ 3 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ 3 × 2π 6π വരും. 5π - 6π -π/3. അപ്പം നമുക്ക് എന്ത് കിട്ടി, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ -π/3 വരിക. അപ്പോൾ ആൻസർ -π/3. -π/3 ബിലോങ്സ് ടു -π/2 + π/2. ഇങ്ങനെ തിയററ്റിക്കലായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഇവിടെ നേരത്തെ π ആണ് മൈനസ് ചെയ്ത്, ഇവിടെ 2π ആണ് മൈനസ് ചെയ്ത് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ സൈനും കോസിൻ്റെയും വരുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട. ഒരു യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് ഇവിടെ നിന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ആംഗിൾ എവിടെ എത്തി നോക്കാം, 5π/3 4th ക്വാർട്ടറിലെത്തി. മനസ്സിലായല്ലോ? അപ്പം ഈ പോയിന്റാണ് 5π/3 പോയിന്റ്. ഇവിടെയുള്ള പോയിന്റ് വേണം, ഈ പോയിന്റിന് പേര് കൊടുക്കുക. അതേ പോയിന്റിന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാലും പോരെ. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കുന്നതിന് പകരം ക്ലോക്ക് വൈസിൽ നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കുക, നെഗറ്റീവ് ആംഗിൾ എടുക്കുക. നെഗറ്റീവ് ആംഗിൾ എടുക്കുമ്പോൾ എത്ര വരും, -π/3 ഇല്ലേ, -60 ഡിഗ്രി. ഇവിടെ 150 അല്ലേ, 300 അല്ലേ. 300 എന്ന് പറയുമ്പോൾ ഇവിടെ 270 30 ഇങ്ങോട്ട് ആഡ് ചെയ്യും. എന്താ ടോട്ടൽ 90 ഉള്ളൂ. 90 30 പോയ 60. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ -60 അല്ലെങ്കിൽ -π/3 പെട്ടെന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി അടുത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് -2π/3. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് -2π/3 ആണ്. ഇവിടെ ഇപ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്, വിട്ടുപോയതാണ്, ശ്രദ്ധിക്കുക. ആ -2π/3 എവിടെ എത്തും നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് -2π/3 ആംഗിൾ നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ നെഗറ്റീവ് ആംഗിളാണ്. ഇങ്ങനെ തിരിയുക, ഇങ്ങനെ എടുത്ത് -2π/3 ഇവിടെ എത്തി. ഇത് നമുക്ക് എന്ത് ചെയ്യണം, -π/2ൻ്റെയും +π/2 ഇടയിലൊരു പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് y കോർഡിനേറ്റ് സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, x ആക്സിന് പാരലായിട്ട് ലൈൻ വരച്ചു. x ആക്സിന് പാരലായിട്ട് സെയിം വരയ്ക്കുമ്പോൾ ഇതാ ഇവിടെ എത്തി. ഈ പോയിന്റ് തന്നെ വരും. ഈ പോയിന്റ് നേരത്തെ നമ്മൾ കണ്ടാണ് എത്രയായിരുന്നു, -π/3. ഇനി ഇങ്ങനെ ചെയ്താലും മതി. തിയററ്റിക്കലായിട്ട് ചെയ്യുമ്പം നമുക്ക് -2π/3 എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് -θ -sin θ ആണല്ലോ. സോ -sin of 2π/3 എഴുതി. വീണ്ടും പൈന്ന് മൈനസ് ചെയ്യും. എപ്പോഴും പൈന്ന് മൈനസ് ചെയ്യും. 4th ക്വാർട്ടർ, 2nd ക്വാർട്ടറിലോ 3rd ക്വാർട്ടറിലോ ഒക്കെ ആണെങ്കിൽ ആ ആംഗിൾ പൈന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പം π - π/3 π - π/3 എന്ന് പറയുമ്പോൾ 3π - π 2πy അല്ലേ. ഈ 2π/3 π - π/3 ആക്കി എഴുതിയത് കേട്ടോ. 2π/3 π - π/3 ആക്കിയത്. ഇനി സൈൻ ഓഫ് π - θ എന്താ, സൈൻ ഓഫ് π - θ സൈൻ തീറ്റയാണ്. അപ്പം ഇവിടെ സൈൻ π/3 വരും. പുറത്തൊരു മൈനസ് ഉണ്ട്, എങ്ങനെ എഴുതിയെന്നല്ല, പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാം. അപ്പം -sin π/3. ഇനി -sin π/3 സൈൻ ഓഫ് -π/3. അപ്പോഴും നമുക്ക് -π/3 കിട്ടും. -π/3 ബിലോങ്സ് ടു ദ ക്ലോസ്ഡ് ഇന്റർവൽ -π/2 + π/2. യൂണിറ്റ് സർക്കിൾ വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇതന്നെ കിട്ടും. ഈ ആംഗിൾ എവിടെ എത്തി നോക്കിയാൽ മതി.
-2π/3 ഇങ്ങനെ എഴുതി ഇവിടെ എത്തി. ഇവിടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക എക്സ് ആക്സ്. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക ആംഗിൾ. ഇപ്പോൾ -π/3. അപ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. കോസിൻ്റെ കാര്യം വരുമ്പം ഇവിടെ വൈക്കോണേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പോയിന്റ് ഇതാണ് വൈക്കോണേറ്റ്. ഈ വൈക്കോണേറ്റ് -2π/3 ആയാലും 5π/3 ആയാലും -π/3 ആയാലും ഒക്കെ സെയിം ആണ്. വൈക്കോണേറ്റ് ആണ് സൈൻ എന്ന് പറഞ്ഞാൽ. യൂണിസർക്കിൾ ഒരു പോയിന്റിന്റെ വൈക്കോണേറ്റ് ആണ് സൈൻ. ആ ആംഗിളിന്റെ സൈൻ എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ വൈക്കോണേറ്റ്. അതേപോലെ ആ പോയിന്റിന്റെ എസ്കോണേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തിരിഞ്ഞുള്ള ആംഗിളിന്റെ കോസൈൻ വരും, കോസും വരും. അപ്പോൾ കോസിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് 5π/3. അപ്പോൾ കോസ് ഓഫ് 5π/3 എന്ന് പറയുമ്പം തിരിഞ്ഞുപടുത്തിയ നേരത്തെ പറഞ്ഞ ഇത് ആംഗിൾ തന്നെ. ഇവിടെ നമ്മൾ എക്സ്കോണേറ്റ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, അതായത് വൈ ആക്സിന് പാരലായിട്ട് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ π/3 എത്തുക അല്ലേ. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങളുടെ ഇത്ര 60 ആണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് 60 അതായത് π/3. അത് ഈ രീതി ചെയ്താൽ നോക്കൂ, 2π മൈനസ് ചെയ്യുക. കോസിൻ്റെ കാര്യം വരുമ്പം സൈൻ്റെ കാര്യം വരുമ്പോൾ π മൈനസ് ചെയ്തു. ഇവിടെ കോസ് വരുമ്പോൾ 2π മൈനസ് ചെയ്യാൻ. കോസ് ഓഫ് 2π മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ 2π മൈനസ് 5π/3 6π മൈനസ് 5π π/3. അപ്പം ആൻസർ π/3 ബിലോങ്സ് ടു ദ കോസ് ഇൻ്റർവൽ 0π. 0 to π ആണ് കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π. ഈ ഇൻ്റർവെലാണ്. ഇതിൻ്റെ ഇടയിൽ വരണം. നേരത്തെ നമുക്ക് ഇവിടെയാണ് വന്നത്, അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നാണ് നമ്മൾ. മനസ്സിലായല്ലോ. അടുത്ത പ്രോബ്ലം നോക്കൂ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് -2π/3. -2π/3 നോക്കുക. ഇവിടെ ഇങ്ങോട്ട് എടുക്കുന്നു, തിരിഞ്ഞ് അവിടെ എത്തി -2π/3. പക്ഷെ ഇവിടെ അല്ലല്ലോ, ഈ പോയിന്റ് എവിടെ കിടക്കണം? അതായത് ഇത് വരുമ്പോഴുള്ള എക്സ്കോണേറ്റില്ലേ, ഈ പോയിന്റിന്റെ എക്സ്കോണേറ്റിന് ഈക്വൽ ആയിട്ടുള്ള എക്സ്കോണേറ്റുള്ള ഒരു പോയിന്റ് ഈ റേഞ്ചിൽ കാണണം. ഈ ഇന്റർവെൽ 0 to π എന്നുള്ള ഇന്റർവെൽ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻ സെഗ്മെന്റ് വരച്ച് അവിടെ ഇന്റർസെക്റ്റ് ചെയ്യും ഈ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് എക്സ്കോണേറ്റ് ഉണ്ടാൽ മതി. -2π/3 എന്ന് പറഞ്ഞാലും ഈ പോയിന്റിന് രണ്ടിൻ്റെ എക്സ്കോണേറ്റ് സെയിം ആണല്ലോ. ഇതാ വരിക, ഈ നമ്പറാണ് വരിക. അത് നോക്കൂ, അതാണ് കോസ് ഇൻവേഴ്സ് ഓഫ് വരിക. കോസ് ഇൻവേഴ്സ് ഓഫ് -2π/3 ഈ നമ്പറാണ് വരിക കേട്ടോ. അപ്പോൾ അതിന് വരെ ഈ ആംഗിൾ എടുത്താലും മതി. ഈ ആംഗിൾ തന്നെ ഇവിടെ നിങ്ങളുടെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0ക്കും π-ക്കും ഇടയിലാണ്, 0ൻ്റെയും π-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ എന്തായിരിക്കും അത് വരിക? എത്ര വരും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നോക്കും, ഇവിടെ നിങ്ങളുടെ എത്ര എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങളുടെ 30 ഡിഗ്രിയിൽ എടുത്തത് അല്ലേ, അതായത് ഇവിടെ നിങ്ങൾ 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ 30 ഡിഗ്രി എടുത്താൽ മതി. 5/2 നിങ്ങൾ 30 ഡിഗ്രി കേട്ടോ. അതായത് 90 + 30 എന്നാൽ 120 ഡിഗ്രി. 120 ഡിഗ്രി എന്നാൽ 2π/3. ഇത് പക്ഷേ നമുക്ക് ഈ രീതി ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അതായത് കോസ് ഓഫ് -θ കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ -2π/3 വരും, +2π/3 ചെയ്താൽ മതി. +2π/3 എന്നാൽ 0ക്കും π-ക്കും ഇടയിലാണ്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 2π/3 ആണ് ആൻസർ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് -2π/3 എന്നാൽ 2π/3 ആണ് വരിക, അതിൻ്റെ വാല്യൂ, പ്രിൻസിപ്പൽ വാല്യൂ. വേറെ നോക്കൂ, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് 13π/6. 13π/6 എന്ന് പറഞ്ഞാൽ നോക്കൂ, 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2π കഴിയും. 2π കഴിഞ്ഞിട്ട് വരുമ്പം പിന്നെ ഇതിൽ നിന്ന് 2π മൈനസ് ചെയ്താൽ മതി. അതായത് നമുക്കറിയാം 2π + π/6 ആണ്. 13π/6 എന്നാൽ 2π + π/6 അല്ലേ. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി 2π, വീണ്ടും π/6. അങ്ങനെയാണ് എന്താ കിട്ടുന്നത്? 13π/6. നോക്കുക, 2πയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12π + π 13π/6. അപ്പം ഇവിടെ ഈ π/6 ഈക്വൽ ആവും. കോസ് ഓഫ് 2π + θ കോസ് തീറ്റയാണ്. സൈൻ ഓഫ് 2π + θ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ π/6 വരും. സോ ആൻസർ π/6 ബിലോങ്സ് ടു ദ ക്ലോസ്ഡ് ഇന്റർവൽ 0π. ഓക്കെ, ഇങ്ങനെ യൂണിറ്റ് സർക്കിൾ വരച്ച് നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈൻ്റെയും കോസിൻ്റെയും കാര്യത്തിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ടാൻ ഒന്നും പറ്റില്ല. അതായത് യൂണിറ്റ് സർക്കിൾ വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ ഏതൊരു പോയിന്റിൻ്റെയും എസ്കോണേറ്റ് ആണ് ഇവിടെ നിന്ന് തുടങ്ങുന്ന ആംഗിളിൻ്റെ കോസ്, വൈക്കോണേറ്റ് സൈഡും വരും. നമുക്ക് ടാൻ ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, യൂണിറ്റ് സർക്കിൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് 2π/3. 2π/3 നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ന് പറയുമ്പം ടാനിൻ്റെ വാല്യൂ നെഗറ്റീവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ടാൻ ഓഫ് π - θ മൈനസ് ടാൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ 2π/3 ഞാൻ π - π/3 എഴുതി. 3π - π 2π/3 ആണോ?
അപ്പോൾ ടാൻ ഇൻവേഴ്സ് നോക്കൂ, ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ മൈനസ് ടാൻ പൈ ബൈ 3. ഇനി മൈനസ് ടാൻ തീറ്റ എന്നാൽ ടാൻ ഓഫ് മൈനസ് തീറ്റ തന്നെയാണ്. മൈനസ് ടാൻ തീറ്റ എന്നാൽ ടാൻ ഓഫ് മൈനസ് തീറ്റ. ഒക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നതാണ് ട്രിഗണോമെട്രിയിൽ. അപ്പോൾ മൈനസ് പൈ ബൈ 3 ടി. മൈനസ് പൈ ബൈ 3 എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 എന്താ ടാൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ടാൻ്റെ റേഞ്ച് ചെയ്താൽ ഓപ്പൺ ഡബിൾ മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 അല്ലേ. അപ്പം ഇവിടെ മൈനസ് പൈ ബൈ 3 ബിലോങ്സ് ടു ദ ഓപ്പൺ ഡബിൾ മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2. സൈനിൻ്റെ ആണെങ്കിൽ ക്ലോസ് ഡബിൾ മൈനസ് പൈ ബൈ 2 കോമ പ്ലസ് പൈ ബൈ 2. ടാൻ്റെ വരുമ്പം ഓപ്പൺ ഡബിൾ മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2. അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് മൈനസ് പൈ ബൈ 3. മനസ്സിലായല്ലോ? ഓക്കെ, ഒന്ന് നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് 5 പൈ ബൈ 3 എന്ന് പറയുമ്പോഴും ഇതേപോലെ തന്നെ 5 പൈ ബൈ 3 ഞാൻ 2 പൈ മൈനസ് പൈ ബൈ 3 എഴുതി. 5 പൈ ബൈ 3 ആകുമ്പോൾ ഫോർത്ത് ക്വാർട്ടറിലെത്തി. ഫോർത്ത് ക്വാർട്ടറിൽ അപ്പോൾ 2 ടാൻ ഓഫ് പൈ മൈനസ് തീറ്റയും മൈനസ് ടാൻ തീറ്റയാണ്. ടാൻ ഓഫ് 2 പൈ മൈനസ് തീറ്റയും മൈനസ് ടാൻ തീറ്റയാണ്. ഇപ്പോൾ നോക്കും 6 പൈ മൈനസ് 5 പൈ ബൈ 3. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മൈനസ് ടാൻ പൈ ബൈ 3. ഇനി വീണ്ടും നേരത്തെ ചെയ്ത മാതിരി മൈനസ് ടാൻ പൈ ബൈ 3 എന്നാൽ ടാൻ ഓഫ് മൈനസ് പൈ ബൈ 3. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് എക്സ് പറയുമ്പോൾ എക്സ് തന്നെ. അപ്പം മൈനസ് പൈ ബൈ 3 കിട്ടും. മൈനസ് പൈ ബൈ 3 ബിലോങ്സ് ടു ദ ഓപ്പൺ ഡബിൾ മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ചിലപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിലെ കുറേ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. കുറേ റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ട് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ അധികം ചെയ്യാത്ത പ്രോബ്ലംസാണ് ഇവിടെ ചെയ്തത്. അതന്നെ വീണ്ടും ചെയ്യണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. ആ ക്ലാസ്സിൽ നിങ്ങളൊന്നും കൂടെ നോക്കി മനസ്സിലാക്കുക. ആ ക്ലാസ് അവിടെ തന്നെ ഉണ്ട്, യൂട്യൂബിലുണ്ട്. അതെടുത്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.